യുദ്ധത്തിനെതിരെ കർശന നിലപാട് സ്വീകരിച്ച ലിയോ 14 മാർപ്പാപ്പയ്ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ. പോപ്പ് രാഷ്ട്രീയക്കാരനാകാൻ ശ്രമിക്കാതെ സഭയുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കോമൺ സെൻസ് ഉപയോഗിക്കണമെന്നുമാണ് ട്രംപിന്റെ പുതിയ വാദം. വെനസ്വേലയോടും ഇറാനോടും പോപ്പിന് മൃദു സമീപനമാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. തീവ്ര ഇടത് ചിന്താഗതിക്കാരെ സഹായിക്കുന്ന നിലപാടാണ് പോപ്പിന്റേതെന്നും ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ പോപ്പ് യുദ്ധത്തെ ശക്തമായി വിമർശിക്കുകയും ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ സമാധാനത്തിനായി ആഹ്വാനം ചെയ്ത മാർപ്പാപ്പയെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക ശ്രമിച്ചുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വത്തിക്കാൻ പ്രതിനിധി കർദിനാൾ ക്രിസ്റ്റോഫ് പിയറിനെ പെന്റഗൺ ഉദ്യോഗസ്ഥർ വിളിച്ചുവരുത്തി ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു റിപ്പോർട്ട്. US പ്രതിരോധ നയ രൂപീകരണ വിഭാഗം അണ്ടർ സെക്രട്ടറി ആൽബ്രിച്ച് കോൾബിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ കർദിനാൾ ക്രിസ്റ്റോഫ് പിയറിനെ വിളിച്ചുവരുത്തി അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ദി ഫ്രീ പ്രസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അടച്ചിട്ട മുറിയിലാണ് കൂടിക്കാഴ്ച നടന്നത്. സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ് പ്രസംഗത്തിൽ മാർപ്പാപ്പ സൈനിക അധിനിവേശത്തെയും ആഗോളാധിപത്യത്തെയും വിമർശിച്ചതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.